ഹലോ, ഇന്ന് നമ്മൾ കടലപ്പരിപ്പ് കൊണ്ടിട്ട് ഒരു അടിപൊളി പോള ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരം സ്നാക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 1 കപ്പ് അളവിൽ കടലപ്പരിപ്പാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ നന്നായിട്ടൊന്ന് കുതിർത്ത് ഏകദേശം 6-7 മണിക്കൂർ നന്നായിട്ട് കുതിർത്ത് കഴുകി വാരി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് മിക്സിയിലേക്കൊന്ന് മാറ്റാം, അതൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കടലപ്പരിപ്പിൻ്റെ കൂടെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് അളവിൽ പാലാണ്. 1 കപ്പ് അളവിൽ പാലെടുത്തെങ്കിൽ ഞാൻ 3/4 കപ്പേ ഒഴിച്ചിട്ടുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ മാത്രം 1 കപ്പ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള 5 കോഴിമുട്ട ഞാനൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു നമ്മൾ നേരത്തെ കടലപ്പരിപ്പ് പാലുമായിട്ട് ചേർത്ത് വെച്ചേക്കണം ആ ഒരു മിക്സ്ചറുമായിട്ട് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം ഒന്ന് മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ കടലപ്പരിപ്പിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ബ്രെഡ് അല്ലെങ്കിൽ മുട്ടയൊക്കെ ഇടുന്നത്, ബ്രെഡ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു തിക്നെസ് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് അവോയ്ഡ് ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ബ്രെഡൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ഇതിൻ്റെ ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ നമ്മുടെ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് ഡയറക്റ്റ് തന്നെ നമ്മൾ സാധാരണ പോളയൊക്കെ ചെയ്യണ പോലെ തന്നെ ഒന്ന് ഫ്രൈയിങ് പാൻ ഡബിൾ ഹീറ്റ് ചെയ്യണം. അടിയിൽ നമ്മൾ അധികം ഉപയോഗിക്കാത്തൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് വേവിക്കാനുള്ള പാൻ വെച്ചാൽ മതി. ഡയറക്റ്റ് ഹീറ്റിൽ വയ്ക്കുമ്പോൾ പെട്ടെന്ന് അടി നല്ല ബ്രൗൺ കളറായി പോകും. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നെയ്യൊക്കെ ഒന്ന് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കാം. എന്നിട്ട് ഇതൊന്ന് ലോ ഫ്ലെയിമിലേക്കാക്കിയിട്ട് മൂടി വെച്ച് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ പകുതി വേവായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതുപോലെ കാഷ്യൂസും അതുപോലെ തന്നെ മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുക. നമുക്ക് എന്തൊക്കെയാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഇടാൻ ആഗ്രഹമുണ്ടോ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിട്ട് കൊടുക്കുമ്പോഴത്തേക്കും മുങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പാതി വെന്ത് കഴിയുമ്പോൾ നമ്മളതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഏകദേശം 20 മിനിറ്റ് മാത്രം മതിയാകും. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് നന്നായിട്ടൊന്ന് വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് നമ്മളൊന്ന് കുത്തി നോക്കുമ്പോൾ അതിലൊന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് വേവായിട്ടായിരിക്കും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. കടലപ്പൊടിയുടെ വിഭവങ്ങളും കടലയുടെ വിഭവങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 4 മണി പലഹാരം വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മളോട് അഭിപ്രായം പറയുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കണേ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റാണ്. മുട്ടയൊക്കെ നന്നായിട്ട് ചേർത്തേക്കണതാണ്, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ആ പരിപ്പാണെന്നുള്ള ആ ഒരു ഇത് തന്നെ ഉണ്ടാവില്ല. അപ്പോൾ എന്താണെങ്കിലും പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.